കൂത്തുപറമ്പ് ഉപജില്ലാ കലോത്സവത്തിന്റെ സമാപന ദിവസമായ ഇന്നും അതിരുചികരമായ ഭക്ഷണമാണ് പാട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. സാർ, എങ്ങനെയാണ് 3 ദിവസം കഴിയുമ്പോൾ ഇവിടെ ഉണ്ടായ ഭക്ഷണത്തിന്റെ ഒരു രീതി? കൂത്തുപറമ്പ് സബ് ജില്ലയുടെ കലോത്സവത്തിന്റെ 4-ാം ദിവസത്തേക്ക് കടക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വളരെ സംതൃപ്തിയിലാണ് ഫുഡ് കൺവീനർ എന്ന നിലയിൽ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് വളരെ നല്ല ഇതാണ്. വളരെ സംതൃപ്തിയോട് സന്തോഷത്തോടെ ആൾക്കാർ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാചകക്കാരെ അത്രയും നല്ല രീതിയിലുള്ള വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ ഇറങ്ങുമ്പോഴും കൈപിടിച്ച് അഭിപ്രായം പറയുമ്പോൾ ഇത്രയും നല്ല ഫുഡ് അടുത്ത കാലങ്ങളിൽ സബ് ജില്ലാ കലോത്സവത്തിൽ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമായിരുന്നു. അതിന് പിന്നിൽ നമ്മുടെ ഒരു കൂട്ടായ്മ വലിയ ഘടകമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ കമ്മിറ്റികളും ഒന്നിച്ച് നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ അതിന് ഫുഡ് കമ്മിറ്റിക്ക് വേണ്ടി എല്ലാ കമ്മിറ്റിയുടെ സഹായം കിട്ടിയതിൽ അവരെല്ലാ കമ്മിറ്റിയോടും നന്ദി പറയാൻ ഞാൻ ഉപയോഗിക്കും. പിന്നെ ഇന്ന് ഇത്രയും നാൾ നമ്മൾ പറഞ്ഞാൽ 3 ദിവസവും നോൺ വെജ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. സദ്യ സ്വഭാവത്തിലുള്ള ഫുഡുകളാണ് കൊടുത്തത്. ഇന്ന് നമ്മൾ നോൺ വെജ് ഐറ്റമായ ചിക്കൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെനുവാണ് തയ്യാറ്. ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ചോറുണ്ട്, സാമ്പാർ, തോരൻ, പച്ചടി, അതോടൊപ്പം തന്നെ അച്ചാർ, പിന്നെ ഒരു ഓലനെ പോലെയുള്ള ഓലൻ കറിയുണ്ട്. അതിന് പുറമെ പാൽപ്പായസവും ചിക്കൻ കറിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലാണ്. എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറയുന്നുണ്ട്. എത്രത്തോളം പേർക്കാണ് ഇന്ന് ഭക്ഷണം കൊടുക്കുന്നത്? ഇന്ന് ഏതാണ്ട് 2700ഓളം ആൾക്കാർക്കുള്ള ഭക്ഷണം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും കൂടുതൽ 3200ഓളം ആൾക്കാർക്കുള്ള ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് പാർട്ടിസിപ്പൻ്റ് എണ്ണം കുറഞ്ഞതുകൊണ്ട് 2700ഓളം ആൾക്കാർ. എന്തായാലും നമ്മുടെ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് പരിപാടി നടത്തിയാലും അത് വലിയ വിജയമാക്കാൻ പറ്റുന്ന രീതിയിൽ സംഘാടക മികവുള്ള നല്ല നാട്ടുകാർ ഈ പ്രദേശത്തുണ്ട് എന്നതാണ് ഈ കലോത്സവം ഇത്രയും വലിയ ഒരു വിജയമായി മാറാനുള്ള കാരണം. ഇതൊരു ഉത്സവമായി തന്നെ ഇവിടെ മാറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു 3 ദിവസത്തെ കലോത്സവം? 3 ദിവസത്തെ കലോത്സവം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ളത്. കാരണം ഇത്രയും വലിയൊരു പരിപാടി, അത് വളണ്ടിയേഴ്സ് ആയിക്കോട്ടെ, മറ്റ് ഇതിന് സേവന സന്നദ്ധരായി വരുന്നവർ, അവർ കൃത്യസമയത്ത് തന്നെ ഈ ഭക്ഷണശാലയിലെത്തി അവർ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വമേധയാ, ആരും ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങൾ ഒന്നും കാത്തു നിൽക്കാതെ സ്വമേധയാ ചെയ്യേണ്ട കാര്യങ്ങൾ, ക്രമീകരണങ്ങൾ, ഇരിപ്പിട സൗകര്യങ്ങൾ, മറ്റ് ഭക്ഷണം വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അവരേതായ അനുഭവ ജ്ഞാനം വെച്ചിട്ട് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇത്ര ആളുകൾ കഴിഞ്ഞ ദിവസം 3200 ആളുകൾ ഈ പന്തലിൽ വെച്ച് ഭക്ഷണം കഴിച്ചെങ്കിലും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. മാത്രമല്ല, നമ്മൾ കൂപ്പണൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ഇത് ടൗണിന് തൊട്ടടുത്തല്ലാതെ കൊണ്ട് കൂടെ വന്ന ആളുകൾക്ക് പോയി ഭക്ഷണം കഴിക്കാനുള്ള അസൗകര്യമുള്ളത്. അത് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പല ഭാഗത്തു നിന്നും ഇന്നലെ ദൂരദേശത്ത് നിന്ന് അടക്കം ആളുകൾ, മുതിർന്നവർ, പ്രായം ചെന്നവരടക്കം ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ നല്ല സന്തോഷത്തോടുകൂടി പോയത് എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും. അത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് എടുത്തു പറയേണ്ടതാണ് ഈ സംഘാടന മികവും. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ, സൽക്കാരപ്രിയരായ നാട്ടുകാരാണ്. പാട്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഈ നാടിനുണ്ട്. ആ എല്ലാ നാട്ടിൻ്റെ പ്രത്യേകതകളും അതേപോലെ തന്നെ നാട്ടിൻ്റെ പാരമ്പര്യവും നിലനിർത്താൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് വ്യക്തിപരമായി സാധിച്ചു എന്നുള്ള അഭിമാനം കൂടി പങ്കുവെക്കുകയാണ്. പിന്നെ കുട്ടികളായാലും ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മണിവരെ ഭക്ഷണം ഇവിടെ കൊടുക്കും എന്നുള്ളതാണ്. രാവിലെ 12 മണി സ്റ്റാർട്ട് ചെയ്ത് ഉച്ചക്ക് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 3-3:30 വരെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടിക്ക് പോലും ഭക്ഷണം കിട്ടാതെ വരുന്നൊരു ഇത് ഉണ്ടായിട്ടില്ല. എല്ലാവരും കൃത്യമായിട്ട്. ഇന്നലെ തന്നെ വൈകുന്നേരം രാത്രി ഒരു 500 ആൾ, അല്ലേ, 500 ആളുകൾ ഭക്ഷണം രാത്രി നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഈ പരിപാടിയായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീ എല്ലാ സ്ത്രീകളും അടക്കം. അതായത് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, ഈ നാട് ഒരു ഉത്സവമാക്കിയെടുക്കുകയാണ് ഈ ഒരു പരിപാടി വിജയിപ്പിക്കാൻ കാരണം. ഹെൽപ്പിംഗ് ആയിട്ട് ആരൊക്കെയാണുള്ളത്? ഇവിടെ നമ്മൾ ഈ നാട്ടുകാർ മുഴുവനുണ്ട്, കുടുംബശ്രീ ഉണ്ട്, അതേപോലെ ഇവിടെ നാട്ടിലെ സ്ത്രീകളുണ്ട്, അതേപോലെ നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോട് കൂടിയിട്ട് ഈ ഒരു പരിപാടി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കൃത്യമായിട്ട് 3-4 ദിവസമായിട്ട് ഈ നാട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞത് കൂടാണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ട് അധിക സ്ഥലങ്ങളിലൊന്നും നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇവിടെ കാർട്ടൂൺ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയായാലും ഈ സ്കൂളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്ന രീതിയിൽ പല വിധത്തിലുള്ള കാർട്ടൂണുകളും ഒക്കെ ഇവിടെ NSS ആയാലും എല്ലാവരും ഒരുക്കിയിരിക്കുകയാണ്. ഭക്ഷണം എങ്ങനെയുണ്ട്? നല്ല രുചികരമായിട്ടുണ്ട്. നിങ്ങള് കൂടെ വന്നതാണോ? കുട്ടികളുടെ കൂടെ വന്നതാണ്. ഏതാ സ്കൂള്? സ്കൂളല്ല കാണാൻ പുറത്തുനിന്ന് കാണാൻ വന്നത്. പുറത്തുനിന്ന് കാണാൻ വന്നതാണല്ലേ? വെള്ളം വേണോ? ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരും ഒറ്റ മനസ്സോട് കൂടിയിട്ടാണ് ഈ ഒരു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഈ വർഷം? അടിപൊളി അടിപൊളിയാ അടിപൊളി എല്ലാവരും നിങ്ങൾ ഈ നാട്ടുകാരാണ്? നാട്ടുകാർ ഇവിടെ തന്നെ ഇവിടെ തന്നെയുള്ള നാട്ടുകാരാണ്. എല്ലാ ദിവസങ്ങളും ഇവിടെ അല്ല 4 ദിവസം ഉണ്ട് 4 ദിവസമായിട്ട് ഇവിടെ തന്നെ. ഓക്കെ, അപ്പൊ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഒരു നാടിന്റെ ഉത്സവം എന്ന രീതിയിലാണ് ഇവർ ഈ ഒരു കലോത്സവത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇവിടെയുള്ള കുടുംബശ്രീന്റെ പ്രവർത്തകരാണോ? അതെ അതെ, കുടുംബശ്രീന്റെ ആളുകളാണ്. എല്ലാ ദിവസവും ഇവിടെ തന്നെ ഉണ്ടാകാറുണ്ടോ? എല്ലാ 2 ദിവസം ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായി. അപ്പോ ഇവരിവിടെ കുടുംബശ്രീന്റെ പ്രവർത്തകരാണ്. 2 ദിവസങ്ങളിലായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടെ കുടുംബശ്രീ അപ്പൊ ഈ പാട്യം സ്കൂളിൽ നടക്കുന്ന കൂത്തുപറമ്പ് സബ് ജില്ലാ കലോത്സവം അതിമനോഹരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെയുള്ള ഭക്ഷണങ്ങൾ ഒരുക്കുന്നതായാലും എല്ലാം നല്ല രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു ഗ്രാമത്തിന്റെ ഒരു നാടിന്റെ പാട്യം എന്ന സ്ഥലത്തിന്റെ ഒരു ഉത്സവമായിട്ടാണ് ഈ ഒരു കലോത്സവത്തിനെ ഇവരെല്ലാവരും നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും ഈ ഒരു നാട്ടുകാരെല്ലാവരും ചേർന്നാണ് ഈ ഒരു കലോത്സവത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ക്യാമറാമാൻ അരുൺ ജനാർദ്ദനൊപ്പം തേജസ്വിനി മാറോടി, ഗ്രാമിക ന്യൂസ്.